السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم. أما بعد. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സ്വഹാബിയാണ്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വളരെ നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്, ഹദീസുകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്, അദ്ദേഹം സ്വഹാബിമാരിൽ വെച്ച് വളരെയധികം ധനാഢ്യനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് തന്നെ അൽ ഗനിയു ഷാക്കിർ, നന്ദിയുള്ളവനായ ധനാഢ്യൻ എന്നായിരുന്നു. അത്രയും സമ്പത്തുണ്ടായിരുന്നിട്ടും അതിൻ്റെ യാതൊരുവിധ ഭാവപ്രകടനങ്ങളോ പൊങ്ങച്ചമോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ചുപോലും ഉണ്ടായിരുന്നില്ല എന്ന് മറ്റു സ്വഹാബിമാർ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. വളരെയധികം ധീരനായിരുന്ന, ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തിയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് വെച്ചാൽ 2 പ്രാവശ്യം അദ്ദേഹത്തെ ഖലീഫയാകാൻ വേണ്ടി മറ്റുള്ള സ്വഹാബിമാർ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ഖലീഫയാകാൻ വരെ സ്വഹാബിമാർക്കിടയിൽ സുസമ്മതനായിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയും അതിനു മുമ്പ് ഹബിഷയിലേക്കുമായി 2 പ്രാവശ്യം ഹിജ്റ ചെയ്ത സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അദ്ദേഹമുണ്ട്. നബി തങ്ങളുടെ കൂടെ ബദറടക്കം എല്ലാവിധ പോരാട്ടങ്ങളിലും പങ്കെടുത്ത ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയിലേക്ക് എത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ അൻസാരിയായ സഅദ് ഇബ്നു റബീഅ അൽ ഖസ്റജി എന്ന സ്വഹാബിയുമായിട്ടായിരുന്നു സഹോദര്യ ബന്ധം സ്ഥാപിച്ചത്. അദ്ദേഹത്തിന് നബി തങ്ങൾ ദൗമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് അയക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം അവിടെ വിജയിക്കുകയും ചെയ്തു. ശേഷം അവിടുത്തെ പ്രധാന നേതാവായിരുന്ന അവിടുത്തെ രാജാവിൻ്റെ മകളെ അദ്ദേഹം വിവാഹം ചെയ്തു. തുമാദർ ബിൻത് അൽ അസ്ബഗി എന്ന് പറയുന്ന ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോരാട്ടത്തിൽ പങ്കെടുത്ത പോരാട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ധൈര്യം അത് ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന 2 പേരും കച്ചവടക്കാരായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ മറ്റൊരു ധനാഢ്യനും കച്ചവടക്കാരനുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരുന്ന, ജാഹിലിയത്തിലും ഉറ്റ സുഹൃത്തുക്കളായിരുന്ന കച്ചവടക്കാരായിരുന്ന സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, തുൽഹത്ത് ഇബ്നു ഉബൈദില്ല, സഅദ് ഇബ്നു അബി വഖാസ് എന്നീ സ്വഹാബിമാരെല്ലാം റളിയല്ലാഹു അൻഹും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്, നബി തങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുകയും അങ്ങനെ നബി തങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിൻ്റെ പ്രാരംഭത്തിൽ തന്നെ അവർ കലിമ ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിന് ശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് ആമുൽ ഫീലിന് ആനക്കലഹ സംഭവത്തിന് ശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ നുബുവത്ത് ലഭിച്ച് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 30 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. നബി തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിലെത്തി അദ്ദേഹത്തെ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവുമായിട്ട് സഹോദര്യ ബന്ധം സ്ഥാപിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ സ്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് പകുത്ത് നൽകാൻ തയ്യാറാവുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീ മാലിക വസൗജിക, തൻ്റെ ഭാര്യയെയും തലാഖ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വിവാഹം ചെയ്യാൻ വേണ്ടി സന്നദ്ധനായി. പക്ഷേ അള്ളാഹു നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ഇണകളിലുമെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളെനിക്ക് മദീനയിലെ
കച്ചവടം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തരണം എന്ന് പറയുകയുണ്ടായി. കാരണം അദ്ദേഹം അത്രയും പ്രാഗൽഭ്യമുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കച്ചവടത്തെപ്പറ്റി, മദീനയിലെ കച്ചവടത്തെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുകയും അവിടെയുള്ള അങ്ങാടികളെ പറ്റി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ അദ്ദേഹം മദീനയിലും ധനാഢ്യനായി മാറുകയുണ്ടായി. മക്കയിൽ സമ്പാദിച്ചതെല്ലാം അവിടെ വിട്ടിട്ടാണ് സ്വഹാബികൾ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നത്. എന്നാൽ മദീനയിലും അദ്ദേഹം കുറച്ചു കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് ധനാഢ്യനായി മാറുകയുണ്ടായി. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സമ്പത്തിൽ എത്രത്തോളം സമ്പത്തിൽ എനിക്ക് ബർക്കത്ത് ചെയ്തു എന്ന് വെച്ചാൽ, ലഖദ് റഅയ്തുനി വലൗ റഫഅതു ഹജറൻ ലറജൗതു അൻ ഉസീബ ദഹബൻ ഔ ഫിദ്ദ, ഞാനൊരു കല്ലെടുത്ത് പൊക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അടിയിൽ എനിക്ക് സ്വർണമോ വെള്ളിയോ കാണാൻ കഴിയുന്ന തരത്തിൽ ഞാൻ എന്തൊക്കെ കച്ചവടം ചെയ്തോ അതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ബർക്കത്ത് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം അദ്ദേഹം നോമ്പുകാരനായിരിക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവരികയുണ്ടായി. നല്ല ഭക്ഷണമായിരുന്നു. നബി തങ്ങളുടെ കാലശേഷം ഒരുപാട് പ്രദേശങ്ങൾ അവർ കീഴടക്കുകയും അവരുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ ഭക്ഷണത്തിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പഴയ കാല സംഭവങ്ങൾ ഓർക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഖുതില മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറും മിന്നി, എന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠനായിരുന്ന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദാക്കപ്പെടുകയുണ്ടായി. വഖുഫിന ഫീ ബർദത്തിൻ, അദ്ദേഹത്തെ ഞങ്ങളൊരു പുതപ്പിൽ കഫൻ ചെയ്യുകയുണ്ടായി. ഇൻ ഖുത്തിയ റഅ്സുഹു ബദത് റിജ്ലാഹു, അദ്ദേഹത്തിനെ കഫൻ ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടിയ തുണി അത് അദ്ദേഹത്തിനെ പൊതിഞ്ഞാൽ തലയോ കാലോ ഏതെങ്കിലും ഒന്ന് വെളിവായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ ഉണ്ടായിരുന്ന ഇദ്ഖർ എന്ന് പറയുന്ന പുല്ല് പറിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഫന് പൂർത്തിയാക്കിയത്. വഖുതില ഹംസ വഹുവ ഖൈറും മിന്നി ഫലം യൂജദ് ലഹു മാ യുക്ഫനു ഫീഹി ഇല്ലാ ബുർദതൻ, അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഉഹദിൽ ഷഹീദാക്കപ്പെട്ടു. അദ്ദേഹത്തെയും കഫൻ ചെയ്യാൻ ഞങ്ങൾക്ക് വസ്ത്രങ്ങളൊന്നും ലഭിച്ചില്ല. സുമ്മ ബുസിത ലനാ മിനദ് ദുനിയ മാ ബുസിത, പിന്നീട് തങ്ങളുടെ കാലശേഷം ഞങ്ങൾക്ക് ദുനിയാവിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തന്നിരിക്കുകയാണ്. വഖദ് ഖശീന അൻ തകൂന ഹസനാതുനാ ഉജ്ജിലത് ലനാ, ഞങ്ങൾ ഭയപ്പെടുകയാണ് ഞങ്ങളുടെ നന്മകൾക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തന്നെ പ്രതിഫലം തരികയാണോ? കാരണം ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ അവർ മരണം വരെയും പ്രയാസങ്ങൾ സഹിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് അവസാനം മരിച്ചതിന് ശേഷവും ഒരു നല്ല രീതിയിലുള്ള കഫൻ പുടവ പോലും അവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണത്തിലേക്ക് നോക്കി കരയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം വളരെയധികം വിനയാനിതനായ ഒരു വ്യക്തിത്വമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വഹാബികൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സേവകരുടെ കൂടെ നടക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് സേവകരെയും മുതലാളിയെയും തമ്മിൽ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സേവകരെയും അദ്ദേഹത്തെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അത്രത്തോളം അദ്ദേഹം വിനയാനിതനായി നടക്കുമായിരുന്നു എന്ന് സ്വഹാബിമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളുടെ ചരിത്രം കേൾക്കുവാനും പഠിക്കുവാനും അതിലുപരിയായി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബാക്കളിലുണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും പരിശ്രമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് റമളാനിന് സാക്ഷികളാവാനും അതുകൊണ്ട് വിജയിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.